ഈയിടെയായിട്ട് എന്താണെന്നറിയില്ല, ഫുഡ് ഉണ്ടാക്കണം എന്ത് വീഡിയോ എടുക്കാന്നാലും പകുതിക്ക് വെച്ച് ഞാൻ മറന്നു പോകും. ആ കൂട്ടത്തിൽ ഒന്നാണ് കേട്ടോ അത്. കാര്യം എന്താ വെച്ചാൽ ഏട്ടൻ ഇന്ന് കുറച്ച് ചിക്കൻ്റെ പാർട്സ് കൊണ്ടാണ്. നിങ്ങൾ മറ്റുള്ള ഇവിടെ ചിന്നമുട്ട അങ്ങനത്തെ ചണ്ടിക്കോഴിയുടെ പാർട്സ് എന്ന് ഇവിടേക്ക് പറയും. ചിലർ ചിന്നമുട്ട എന്നും പറയും കേട്ടോ. മറ്റേത് ബ്രോയിലർ കോഴി. അങ്ങനെ അത് ചിന്നമുട്ട ഇതൊക്കെ കൊണ്ടുവരാൻ പോയതാണ്. പക്ഷേ ചിന്നമുട്ടയൊന്നും കിട്ടാത്തതുകൊണ്ട് ആൾ ചണ്ടിക്കോഴി വാങ്ങിട്ട് വന്നു. ചണ്ടിക്കോഴി മീൻസ് ലഗോൺ ചിക്കൻ എന്നൊക്കെ പറയും. എനിക്കാണെങ്കിൽ അത് കൊണ്ടുവന്ന് കണ്ടപ്പോൾ തന്നെ വളരെ ദേഷ്യം വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പുതിയ കുക്കർ കിട്ടിയില്ലടാ കുട്ടാ, അതിലുണ്ടാക്കിക്കൂടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. കാര്യം അത് ഈ കോഴീനെ കൊണ്ടുവരുമ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുട്ട വരുന്ന ആ കുഴൽ, അതായത് ഒരു മുട്ട എങ്ങനെയാണ് ഉണ്ടായിട്ട് പുറത്തേക്ക് വരുന്നത് എന്ന് വരെ ഈ കോഴിയെ വാങ്ങിയാൽ നമുക്ക് വ്യക്തമായി പഠിക്കാൻ കഴിയും. വളരെ വ്യക്തമായി. കാര്യം ആ മുട്ട ഫോം ചെയ്യുന്ന സമയം ഒരു മഞ്ഞ കളറുണ്ടായിരിക്കും, ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു മഞ്ഞ കളറുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അത് വലുതാവുന്നത് തോലുള്ളത്, തോലില്ലാത്തത്, മുട്ട തോല് കട്ടിയുള്ളത്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ളതുണ്ടായിരിക്കും. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഈ വക സാധനങ്ങൾ കൈകൊണ്ട് തൊടുന്നതും നന്നാക്കുന്നത്. ഇതൊന്നും നമുക്കൊരാവശ്യമില്ല. അമ്മ ഉള്ളതുകൊണ്ട് അച്ഛൻ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാറുമില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് തന്നെയായിരുന്നു കേട്ടോ പണി മുഴുവനും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാനൊക്കെ പഠിച്ചു. ഒരു മുട്ട എങ്ങനെ അകത്തിൽ നിന്ന് പുറത്തെടുക്കുക. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആ കുടലൊക്കെ നമ്മൾ കഴിക്കാൻ എടുക്കുന്നറിയാം, മുട്ട വരുന്ന കുടലൊക്കെ കഴിക്കാൻ എടുക്കുന്നതാണ്. ഞാൻ കുറേ ക്ലീൻ ചെയ്യാൻ നോക്കി. പക്ഷേ എനിക്ക് എങ്ങനെ നോക്കിയിട്ടും മനസ്സിൻ്റെ ഉള്ളിലോട്ട് അത് കഴിക്കാനുള്ളൊരു ഒരു ഇത് വരുന്നില്ല. കുറേ അത് കട്ടിയായിട്ട് അതിന് എന്തോ ഒരു കൊഴുപ്പുണ്ട്, അതെല്ലാം പോകണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നന്നാക്കി. പക്ഷേ എനിക്കത് മടുത്തെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് നമുക്ക് കഴിക്കാൻ വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ അത് എന്തെങ്കിലും അത് വേണം എന്ന് എന്നോട് നിർബന്ധിച്ചാൽ ഞാൻ ആ ചട്ടിയോടൊക്കെ എടുത്ത് പുറത്തിടുന്ന ഏട്ടൻ അറിയാവുന്നതുകൊണ്ട് ഏട്ടൻ അത് സമ്മതിച്ചു തന്നു കേട്ടോ. പിന്നെ ഇത് പാർട്സ് വാങ്ങാമെന്ന് കരുതിയിട്ട് ഞാൻ ഉള്ളി സാധനങ്ങൾ നേരത്തെ നന്നാക്കി വെച്ചായിരുന്നു. അന്നേരത്തെ പിന്നീട് എന്തായിരുന്നു, അതൊക്കെ നന്നാക്കി തുടങ്ങി. പക്ഷെ കുക്കർ സാധാരണ മസാല ഇടുന്ന പോലെ തന്നെ പകരം ചിക്കൻ മസാല പിന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കൊക്കെ ഞാൻ പൊടിച്ച് വെക്കാറുണ്ട്. അതാണ് ഞാൻ ഗരം മസാലയ്ക്ക് പകരം ഞാൻ വാങ്ങണ മസാലയ്ക്ക് പകരം ഞാൻ അതാട്ടോ യൂസ് ചെയ്യുക. എങ്ങനെയൊക്കെ ഒരുവിധം രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞു. ഒരു 8 9 വിസിൽ 10 വിസിലോളം ഞാൻ കുക്കറിൽ അടുപ്പിച്ചിട്ടുണ്ട് ഈ വക സാധനങ്ങൾ നന്നാക്കിയിട്ട്. ലാസ്റ്റ് മല്ലിയില വിതറാൻ നേരത്താണ് ദൈവമേ ഇതൊന്നും വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അങ്ങനെ അവസാനം കറി തിളയ്ക്കുന്ന മാത്രം 9 10 വിസിൽ വരെ അടുപ്പിച്ചിട്ടാണ് അതൊന്ന് നമുക്ക് കഴിക്കാൻ എന്നുള്ള രീതിയിൽ, ഒരുപാട് വെന്തോന്നല്ല, ജസ്റ്റ് ഫോമായിട്ട് കിട്ടിയത്. കല്യാണ വീട്ടിലൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടേക്ക് ഇങ്ങനത്തെ കോഴിയാണ് വാങ്ങുക. അതായത് തലേദിവസം വാങ്ങിച്ചിട്ട് വരും. എന്നാലല്ലേ പിറ്റേന്ന് പാർട്ടിയും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ രാത്രിക്കല്ലേ ഇത് കഴിക്കാൻ കൊടുക്കുക. രാവിലെ ഇവർ അടുപ്പത്തിടുന്ന തോന്നുന്നത്.